തുടർച്ചയായി പരിഹാസം നേരിട്ടാണ് ഇത്തവണത്തെ IPL മാമാങ്കത്തിൽ RCB തുടക്കം കുറിച്ചത്. എന്നാൽ രാജസ്ഥാൻ റോയൽസ് നേരെ തിരിച്ചായിരുന്നു. ആദ്യ മാച്ചുകളിൽ മിന്നും പ്രകടനത്തോടെയാണ് രാജസ്ഥാൻ മുന്നോട്ട് കുതിച്ചത്. പക്ഷെ തുടക്കം എങ്ങനെയെന്നതിലല്ല, ഫിനിഷ് ചെയ്യുന്നത് ആരാണ് എന്നതാണല്ലോ പ്രധാനം. RCB അവസാനത്തെ 6 മാച്ചുകളിൽ തുടർച്ചയായി വിജയം കൊയ്താണ് ശക്തമായി തിരിച്ചു വന്നത്. ലീഗിലെ അവസാന 5 കളികളിൽ 4ലും തോറ്റ രാജസ്ഥാൻ പോയിന്റ് പട്ടികയിലെ 3ാം സ്ഥാനക്കാരായാണ് പ്ലേ ഓഫിലെത്തിയത്. നിലവിൽ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഫോമിലുള്ള RCBയും മോശം ഫോമിലുള്ള രാജസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ക്രിക്കറ്റ് ലോകം കൂടുതൽ വിജയ സാധ്യതകൾ കൽപ്പിക്കുന്നത് ബംഗളൂരുവിന് തന്നെയാണ്. എന്നാൽ ശക്തമായ തിരിച്ചുവരവ് നടത്താമെന്ന പ്രതീക്ഷയിലാണ് റോയൽസും ഉള്ളത്. ഊഹാപോഹങ്ങളും വിലയിരുത്തലുകളും ഫാൻ ഫൈറ്റും ഒക്കെ ഒരു ഭാഗത്തുകൂടി നടക്കുമ്പോഴും ക്രിക്കറ്റ് എന്നും ഭാഗ്യനിർഭാഗ്യങ്ങളുടെ പോരാട്ടമാണ് എന്ന് സത്യം മറക്കാനാവില്ല. നിലവിൽ മോശം ഫോമിലുള്ളവരായാലും കിടിലൻ ഫോമിലുള്ളവരായാലും ഇന്നത്തെ മത്സരം അവരെങ്ങനെ നേരിടുന്നു എന്നത് മാത്രമാണ് എലിമിനേറ്ററിലെ ജയത്തെ തീരുമാനിക്കുന്നത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് രാജസ്ഥാൻ റോയൽസും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലുള്ള എലിമിനേറ്റർ മത്സരം നടക്കുക. ഈ സീസണിൽ ഇതിനു മുൻപ് ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ രാജസ്ഥാനൊപ്പമായിരുന്നു ജയം. അന്നത്തെ പരാജയത്തിന്റെ കണക്ക് വീട്ടുക എന്ന ലക്ഷ്യവും ഇന്ന് RCBക്ക് മുന്നിലുണ്ടാകും. ഇനി പിഴച്ചാൽ തിരുത്താൻ അവസരമില്ലാത്ത എലിമിനേഷൻ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. ഇക്കാര്യത്തിൽ പുതിയ തന്ത്രങ്ങളുമായി ഇരു ടീമുകളും അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിലേക്ക് എത്തുമ്പോൾ ഇവരുടെ മുൻകാല റെക്കോർഡുകൾ കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട്. പ്ലേ ഓഫ് ചരിത്രമെടുത്താൽ നിലവിൽ മോശം ഫോമിലുള്ള രാജസ്ഥാൻ റോയൽസിന് കൂടുതൽ ആശങ്ക നൽകുന്ന റെക്കോർഡാണുള്ളത്. IPLൽ ഇതുവരെ 6 തവണ പ്ലേ ഓഫിലെത്തിയ രാജസ്ഥാന് അത്ര മികച്ച റെക്കോർഡ് പ്ലേ ഓഫിൽ ഇല്ല എന്നതാണ് ശ്രദ്ധേയം. സമ്മർദ്ദ ഘട്ടങ്ങളിൽ കാലിടറുന്ന പതിവുള്ളതും രാജസ്ഥാനെ പേടിപ്പിക്കുന്നുണ്ട്. 2008 ആരംഭിച്ച ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇതുവരെ 6 തവണയാണ് രാജസ്ഥാൻ പ്ലേ ഓഫിൽ എത്തിയിട്ടുള്ളത്. അതിൽ ഒരു തവണ മാത്രമാണ് കിരീടം നേടിയത്. 2008 ഇത്. അന്ന് സെമി ഫൈനൽ ഫോർമാറ്റിലായിരുന്നു ടൂർണമെന്റ് നടന്നത്. 2 കളികളിലും ടീം ജയം നേടി. ഇതിനുശേഷം 2013 പ്ലേ ഓഫിലെത്തിയ റോയൽസ് 2ാം ക്വാളിഫയറിൽ മുംബൈ ഇന്ത്യൻസിനോട് തോറ്റ് പുറത്തായി. 2015-18 വർഷങ്ങളിൽ എലിമിനേറ്ററിൽ പരാജയപ്പെട്ട രാജസ്ഥാൻ 2022 ഫൈനലിലെത്തി. ഈ സീസണിന് മുമ്പ് പ്ലേ ഓഫിലെത്തിയ 5 സീസണുകളിൽ 2 തവണ മാത്രമാണ് ഫൈനലിലേക്ക് മാർച്ച് ചെയ്യാൻ രാജസ്ഥാൻ റോയൽസിന് കഴിഞ്ഞത്. സമ്മർദ്ദ ഘട്ടങ്ങളിൽ ടീം തോൽവിയിലേക്ക് വീഴുന്നതാണ് നിർണായക മത്സരങ്ങളിൽ കണ്ടിട്ടുള്ളത്. ഇന്ന് RCBക്കെതിരെയുള്ള സമ്മർദ്ദത്തെ എങ്ങനെ അതിജീവിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും രാജസ്ഥാന്റെ ഭാവി. IPL പ്ലേ ഓഫിൽ മൊത്തം 9 മത്സരങ്ങളാണ് രാജസ്ഥാൻ കളിച്ചിട്ടുള്ളത്. ഇതിൽ 4 എണ്ണത്തിൽ മാത്രം വിജയിച്ച രാജസ്ഥാൻ 5 എണ്ണത്തിൽ തോൽവി ഏറ്റുവാങ്ങി. പ്ലേ ഓഫ് മത്സരങ്ങളിൽ രാജസ്ഥാൻ റോയൽസിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള താരം ജോസ് ബട്ട്ലറാണ്. 3 കളികളിൽ 234 റൺസാണ് പ്ലേ ഓഫിൽ ബട്ട്ലർ നേടിയിട്ടുള്ളത്. വലിയ വേദികളിൽ മികവ് കാട്ടുന്ന ബട്ട്ലർ പക്ഷേ ഇന്നത്തെ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിനൊപ്പം ഇല്ല എന്നത് രാജസ്ഥാന് സമ്മാനിക്കുന്ന നിരാശ ചെറുതല്ല. സഞ്ജു സാംസൺ 7 പ്ലേ ഓഫ് മത്സരങ്ങൾ റോയൽസിനായി കളിച്ച് 149 റൺസ് നേടിയിട്ടുണ്ട്. പ്ലേ ഓഫിൽ റോയൽസിനായി കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം മുൻ നായകൻ കൂടിയായ ഷെയ്ൻ വാട്സൺ ആണ്. 5 കളികളിൽ 6 വിക്കറ്റാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഇനി RCBയുടെ കാര്യമെടുത്താൽ തുടർച്ചയായ 6 തോൽവികൾക്ക് ശേഷം തുടർച്ചയായി 6 വിജയങ്ങൾ നേടിയെന്നതാണ് ഏറെ കൗതുകകരം. 14 മത്സരങ്ങളിൽ 7 വിജയങ്ങളും 7 പരാജയങ്ങളുമായി 14 പോയിന്റോടെയാണ് RCB പ്ലേ ഓഫിലെത്തിയിട്ടുള്ളത്. മെയ് 18 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 27 റൺസിന് തോൽപ്പിച്ചതോടെയാണ് RCB യോഗ്യത നേടിയത്. 18 റൺസിൽ കൂടുതൽ മാർജിനിൽ വിജയിച്ചാൽ മാത്രമേ RCBക്ക് അവസരം ലഭിക്കുമായിരുന്നുള്ളൂ. കോഹ്ലിയും ഡുപ്ലസിസും അണിനിരക്കുന്ന RCB സ്വന്തം കാണികൾക്ക് മുന്നിൽ ആ ലക്ഷ്യം പൂർത്തിയാക്കുകയായിരുന്നു. RCBയുടെ പ്ലേ ഓഫ് ചരിത്രം നോക്കിയാൽ 2009 2ാം സെമി ഫൈനലിൽ CSKയെ 6 വിക്കറ്റിന് തോൽപ്പിച്ച് ഫൈനലിലെത്തിയിരുന്നു. ഡെക്കാൻ ചാർജേഴ്സിനെ 143 റൺസിൽ ഒതുക്കാൻ സാധിച്ചെങ്കിലും സ്കോർ പിന്തുടർന്ന RCB 6 റൺസിന് ഫൈനലിൽ കീഴടങ്ങുകയായിരുന്നു. 2010 ആദ്യ സെമി ഫൈനലിൽ മുംബൈ ഇന്ത്യൻസിനോട് 35 റൺസിന് RCB തോറ്റു. 3ാം സ്ഥാനത്തിലുള്ള പ്ലേ ഓഫ് മാച്ചിൽ ഡെക്കാൻ ചാർജേഴ്സിനെ തോൽപ്പിക്കുകയും ചെയ്തു. 2011 ആദ്യ ക്വാളിഫയർ മാച്ചിൽ CSKയോട് തോറ്റു. 2ാം ക്വാളിഫയറിൽ മുംബൈയെ തോൽപ്പിച്ച് ഫൈനലിലെത്തിയെങ്കിലും CSKയോട് പരാജയപ്പെടുകയായിരുന്നു. 2015 എലിമിനേറ്റർ മാച്ചിൽ RRനെ തോൽപ്പിച്ചെങ്കിലും 2ാം ക്വാളിഫയർ മാച്ചിൽ RCB CSKയോട് തോറ്റു. അടുത്ത വർഷം 2016 ആദ്യ ക്വാളിഫയറിൽ ഗുജറാത്ത് ലയൺസിനെ തോൽപ്പിച്ച് 5 വർഷത്തിന് ശേഷം ഫൈനലിലെത്തിയെങ്കിലും SRHനോട് 8 റൺസിന് തോറ്റു. പിന്നീട് ഇതുവരെ ഫൈനലിലെത്തിയിട്ടില്ല. ശേഷം 2020 എലിമിനേറ്റർ മാച്ചിൽ SRHനോട് 6 വിക്കറ്റിന് പരാജയപ്പെടുകയായിരുന്നു. 2021 KKRനോടും എലിമിനേറ്ററിൽ തോറ്റു. 2022 എലിമിനേറ്ററിൽ LSGയെ തോൽപ്പിച്ചെങ്കിലും 2ാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസിനോട് തോൽവി അറിയുകയായിരുന്നു. 150
158 റൺസ് വിജയലക്ഷ്യം 3 വിക്കറ്റ് നഷ്ടത്തിൽ രാജസ്ഥാൻ മറികടക്കുകയായിരുന്നു. എന്തായാലും പ്ലേ ഓഫിൽ ഭാവി ആർക്കാണെന്ന് ഇന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറിയാം.